നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട വീഡിയോസൊക്കെ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്തതാണ്. അതേപോലത്തെ വീഡിയോസ് നമുക്ക് ക്യാപ്കട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സോങ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ക്ലിപ്സ് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് വീഡിയോസിനകത്ത് കാണിക്കാത്തത്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ കൊടുക്കാനായിട്ട് ഏത് പോർഷനിലാണോ നിങ്ങൾക്ക് സ്മൂത്ത് ട്രാൻസിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു പോർഷനിൽ ഉള്ള വീഡിയോൻ്റെ സെക്കൻഡ് വീഡിയോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മളത് ഓവർലേയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർലേയിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബാക്കി, അതായത് ഒറിജിനൽ വീഡിയോയിൽ ഓവർലായിട്ട് കിടക്കുന്ന പോർഷൻ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡ്യൂറേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ റിമൂവ് ബി ജി ആണുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുത്തിട്ട് ജസ്റ്റ് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിലും ലാസ്റ്റിലും ഓരോ കീ ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് സബ്ജക്റ്റ് സ്ക്രീനിൽ നിന്ന് പോകുന്ന രീതിക്ക് ജസ്റ്റ് സൂം ചെയ്തിട്ട് ആ ഒരു സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ആനിമേഷൻ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നമുക്ക് ആ ഒരു ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ആനിമേഷൻ, അതായത് ആ സബ്ജക്റ്റ് സ്ക്രീനിൽ നിന്ന് പോകുന്ന പോലുള്ള ഒരു ആനിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ആനിമേഷൻ ആയിട്ടുള്ളൂ. ആ ഒരു ആനിമേഷൻ നമുക്ക് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഗ്രാഫിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മാർക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു സ്മൂത്ത് ആക്കിയിട്ടുള്ള ഒരു ഗ്രാഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാണാം. ഞാൻ അടുത്തൊരു ക്ലിപ്പിൽ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ക്ലിപ്പിലാണോ ഇത് കൊടുക്കേണ്ടത് ആ ഒരു ക്ലിപ്പിനെ ജസ്റ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം അതിനെ ഓവർലേയിലോട്ടാക്കിയിട്ട് മാറ്റുന്നു. ഓവർലേയിലോട്ടാക്കി മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ ഒരു ക്ലിപ്പിലോട്ട് കയറി നിൽക്കുന്ന പോലെ ഒന്ന്, ചിലപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കയറി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി നിൽക്കുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്തിട്ട് കീ ഫ്രെയിംസ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇന്നും ഔട്ടും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ബേസിക്കലി നോക്കുക. നമുക്ക് ഇന്നായിട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കീ ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ആനിമേഷൻ. ഔട്ടായിട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോലെയും ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻ ആനിമേഷനാണ്, മറ്റേത് ഔട്ട് ആനിമേഷനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ എഫക്റ്റിൽ വന്നിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അതിനകത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്ലിക്യൂ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒബ്ലിക്യൂ ബ്ലറിനകത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വന്നിട്ട് നമ്മൾ ആ ഒരു ഓവർലൈൻ്റെ ലെയർ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ആ ഒരു ലെയറിന് ചെറിയൊരു ബ്ലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ വേറെ എവിടെയാണോ അതേ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് കൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അതിനൊരു ഷെയ്ക്ക് കൊടുക്കണം. അതായത് നമുക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് അതിന് ചെറിയൊരു ഷെയ്ക്കും കൂടെ വേണം. കാരണം നമ്മൾ സ്ക്രീനിൽ നിന്ന് ഒരു കട്ടൗട്ട് ആനിമേഷൻ പോവുകയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഷെയ്ക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളത് ആൾ വീഡിയോസിലാക്കി കൊടുക്കുക. ഓക്കെ, ആൾ വീഡിയോസിലാക്കി കൊടുത്തിട്ട് സ്പീഡ് 7ഉം ഇൻറ്റൻസിറ്റി എന്നുള്ളത് 10ഉം ആക്കി കൊടുക്കുക. ഇൻറ്റൻസിറ്റി 10ഉം സ്പീഡ് 7ഉം ആക്കി കൊടുത്തിട്ട് അതും ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ എവിടേക്കാണോ സെയിം എഫക്റ്റ് യൂസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് ജസ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ്, അതായത് ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആനിമേഷൻ്റെ എഫക്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊരു ഗേൾ ലോഫിംഗ് സൗണ്ട് എഫക്റ്റ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ജസ്റ്റ് കൊടുക്കാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊജക്റ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഓവർലേ ആഡ് ചെയ്യാനുണ്ട്. സെയിം ഓവർലേൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലെൻഡിങ് ഓപ്ഷൻ ജസ്റ്റ് ഫിൽറ്ററിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.